ഹായ് എവരി വൺ. നമ്മൾ ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന വെബ് ആപ്പ് എന്ന് പറയുന്നത് ഡോക് വാലറ്റ് എന്ന് പറയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ തന്നെ ഇൻഹൗസ് പ്രൊജക്റ്റ് ആയിട്ടുള്ള ഒരു ബിൽഡ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. സോ ഇവിടെ ഡോക് വാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ MNCs ചെയ്തേക്കുന്ന ഓരോ പ്രൊജക്ട്സിൻ്റെ ഡോക്യുമെൻറ്റേഷൻസ് കാര്യങ്ങളും എല്ലാം ഒറ്റ പോർട്ടലിലേക്ക് സ്റ്റോർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ തന്നെ ബിൽഡ് ചെയ്തൊരു പ്രൊജക്റ്റാണ്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിൽ ഓരോ എംപ്ലോയീസ് ആണെങ്കിലും ഓർഗനൈസേഷനിലുള്ള അതർ മെമ്പേഴ്സ് ആണെങ്കിൽ പോലും അവർ ചെയ്യുന്ന വർക്കിൻ്റെയും കാര്യങ്ങൾക്കുമെല്ലാം നമ്മൾ ഒരൊറ്റ പോർട്ടലിലേക്ക് ഡോക്യുമെന്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രൊജക്റ്റിൻ്റെ SRS ആണെങ്കിലും BRDs ആണെങ്കിലും നമ്മുടെ തന്നെ ഒരു മെയിൻ ഹോസ്റ്റ് സെർവറിലോട്ട് ഇതിനെയെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണ്. സോ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ലോഗിൻ പേജ് എന്ന് പറയുന്നത്. ഇത് അഡ്മിൻ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. ഫസ്റ്റ് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് എൻ്റർ ആവുക. എൻ്റർ ആയി കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള അഡ്മിൻ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇതിൽ ക്ലയൻസ്, പ്രൊജക്ട്സ്, ടോട്ടൽ എംപ്ലോയീസ് ആൻഡ് ഡോക്യുമെന്റ്സ് ഇതാണ് നമ്മുടെ മെയിനായിട്ട് കാണുന്നത്. ഡാഷ്ബോർഡിൽ കാണുന്ന വ്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് ബൈ പ്രൊജക്റ്റിൻ്റെ ഇതുവരെയുള്ള ലിസ്റ്റും അല്ലെങ്കിൽ നെക്സ്റ്റ് പേജിലായിട്ട് ഇത് സെക്ഷനിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെന്റ്സിൻ്റെ ടൈപ്പ് ആണ് കാണുന്നത്. സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഡാഷ്ബോർഡ്, ക്ലയൻസ്, പ്രൊജക്ട്സ്, എംപ്ലോയീസ്, ഡോക്യുമെന്റ്സ് ആൻഡ് ഡിലീറ്റ് റിക്വസ്റ്റ്. ഇതിൽ ഫസ്റ്റ് നമ്മൾ ക്ലയൻറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെയുള്ള ക്ലയൻറ്റുകളുടെ ഡേറ്റയാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. അതിൽ തന്നെ മണിരത്ന, രൂപേഷ്, ഇൻഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഓൺലൈനായിട്ട് ചെയ്ത പ്രൊജക്ട്, സൈലോ ആൻഡ് മനീഷ് എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും ക്ലയൻസിൻ്റെ ഇതുവരെയുള്ള ഡേറ്റ ആണ് ഇവിടെ എൻ്റർ ആക്കിയേക്കുന്നത്. അതിൽ തന്നെ മണിരത്നയിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ അവർക്ക് മൾട്ടിപ്പിൾ സെക്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ ഉണ്ട്, RD സെക്ഷൻസ് ഉണ്ട്, സബ്ഡെപ്റ്റ് ഉണ്ട്, FD ഉണ്ട്, അങ്ങനെയുള്ള പല സെക്ഷൻസ് ഉണ്ട്. സോ ഇതവർ നമ്മൾ ക്ലയൻറ്റിൻ്റെ ജസ്റ്റ് ഒരു റെഫറൽ എന്ന ഇതിൽ വെച്ചാൽ നമുക്ക് ആർക്ക് ക്ലയൻറ്റ് ഉണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. ഇന്ന ക്ലയൻറ്റിൻ്റെ രീതിയിലുള്ള ഡോക്യുമെൻ്റ് ആണെന്ന് അറിയാനുള്ള സംഭവമാണ്. സോ അടുത്തതായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തർ പ്രൊജക്ട്സ് ആണ് നമ്മുടെ എംപ്ലോയീസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട്സ് എന്നേ ഉള്ളൂ. എക്സാമ്പിൾ ഇപ്പോൾ ഫസ്റ്റ് ഓറിയോൾ എന്ന് വെബ്സൈറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നന്ദു എന്ന് പറയുന്ന നമ്മുടെ എംപ്ലോയി ആണ് അത് ആ പ്രൊജക്റ്റ് ചെയ്യുന്നത്. സോ ആ എംപ്ലോയി ആയിരിക്കണം ഈ പ്രൊജക്റ്റിൻ്റെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. അടുത്തതായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിൻ്റെ ലിസ്റ്റാണ്. നമ്മുടെ MNCയിലുള്ള എല്ലാ എംപ്ലോയീസിൻ്റെ ആണ്. ഇത് നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ തന്നെ ഓൺ പ്രൊഡക്റ്റ് ആയിട്ടുള്ള HRMS എന്ന് പറയുന്ന വെബ് ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മളിവിടുന്ന് സിങ്ക്രണൈസേഷൻ വഴി അവിടുത്തെ API ത്രൂ എംപ്ലോയീസിനെ ഇങ്ങോട്ട് റിക്വസ്റ്റ് കോൾ ചെയ്തേക്കാണ്. സോ അവിടുന്ന് നമ്മൾ APIs വഴി കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മാനുവലി ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ ആഡിങ് ആയിട്ടുള്ള എൻട്രി ഡീറ്റെയിൽസ് എല്ലാം മാക്സിമം ഒഴിവായി കിട്ടും. സോ അത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ്. നമ്മൾ HRMSൽ നിന്ന് API ത്രൂ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുത്തേക്കാണ്. അങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ HRMSൽ ലോഗിൻ ആയിട്ടുള്ള എല്ലാ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ ലഭിക്കുന്നതാണ്. അടുത്തതായിട്ട് ഡോക്യുമെന്റ് സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ എംപ്ലോയീസ് ചെയ്തിട്ടുള്ള പ്രൊജക്ട്സിൻ്റെ ഓരോ അവർ ഏതൊക്കെ പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ടോ, അത് ഫിനിഷ് ആയിട്ടുണ്ട്, ഡോക്യുമെന്റേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടേതായ പോർട്ടലിൽ നിന്ന് കയറിയിട്ട് ഇവിടെ അത് അപ്ലോഡ് ചെയ്യുക. അതാണ് അഡ്മിൻ്റെ വ്യൂവിൽ നിന്ന് അഡ്മിന് കാണാൻ പറ്റുന്നത്. അടുത്തതായിട്ടുള്ള ഡിലീറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എംപ്ലോയീസ് അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സ് ചിലപ്പം അവർക്ക് ബൈ മിസ്റ്റേക്കിലെ ഫയൽ മാറിപ്പോയാലോ അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ആയിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടുന്ന് ഡിലീറ്റ് ഡയറക്റ്റായിട്ട് ആ ഡേറ്റാബേസിൽ നിന്ന് ആ ഫയൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പകരം അവർക്ക് റിക്വസ്റ്റ് വിടുക, അവരെ അഡ്മിനിലേക്ക് റിക്വസ്റ്റ് വിടുക. അഡ്മിൻ ആയിരിക്കണം ആ ഫയല് ഇവിടെ നിന്ന് എന്താണ് ഇതെന്ന് നോക്കിയിട്ട് അവർക്ക് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തിട്ട് നോക്കിയിട്ട് ഇവിടുന്ന് റിജക്റ്റ് ആണോ അതോ അപ്രൂവൽ ആണോ എന്നുള്ള സെക്ഷൻ ഇവിടെ കാണിക്കുന്നു. അപ്പം അവിടെ എംപ്ലോയിയുടെ സൈഡിൽ നിന്ന് അവർ റിക്വസ്റ്റ് ആയിട്ട് ഇന്ന ഫയൽ എന്ന് പറഞ്ഞ് ചൂസ് ചെയ്ത് വിടുമ്പോൾ അഡ്മിൻ അത് വെരിഫൈ ചെയ്തിട്ട് അഡ്മിൻ ആയിരിക്കും ഇവിടെ റിജക്റ്റ് ആണെങ്കിൽ റിജക്റ്റ് ചെയ്യാനുള്ള റീസണൂടെ അഡ്മിൻ തിരിച്ച് കൊടുക്കാൻ പറ്റുന്ന ഫീൽഡുണ്ട്. അതുപോലെ അപ്രൂവ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ടും ഡിലീറ്റ് ആയി പോകും.
ഇതിൽ ഇതാണ് നമ്മുടെ അഡ്മിൻ സൈഡിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. ഇത് അടുത്തതായിട്ടുള്ള നമ്മൾ നോക്കുന്ന പെർമിഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഓൾറെഡി ഇപ്പം ഒരു എംപ്ലോയിക്ക് ഇതിനകത്ത് വ്യൂ ചെയ്യാനും റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കിപ്പം ഒരു BRD കണ്ടിട്ട് അത് വ്യൂ ചെയ്യാനും പറ്റും. അതിലേക്കല്ല റൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ നമ്മളൊരു ഫസ്റ്റ് വെർഷനാണ് അവർ അതിൻ്റെ അപ്ലോഡ് ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത നെക്സ്റ്റ് വെർഷനായിട്ടുള്ള V2 എന്ന് പറയുന്ന വെർഷനായിട്ട് അവർക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ജസ്റ്റ് പെർമിഷൻ കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക്. നമ്മളിപ്പോൾ യൂസറിന് റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ആ യൂസറിന് ആ പ്രൊജക്റ്റിൽ റൈറ്റ് ചെയ്യുമ്പം എക്സാമ്പിൾ പറയുന്നെങ്കിൽ ആരോമലിലും മണിരത്ന പേഴ്സണൽ എന്നുള്ളതുകൊണ്ട് വ്യൂ ചെയ്യാൻ മാത്രമുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആരോമലിന് പിന്നെ അതിലേക്ക് റൈറ്റ് പ്രോജക്ട്സ് ഒന്നും ഫയൽസ് ഒന്നും അപ്ലോഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്ന ഒരു സെക്ഷനാണ് ഇവിടെ. ഇവിടെ നമുക്ക് ഗ്രാൻഡ് പെർമിഷൻ കൊടുത്തിട്ട് ഏത് യൂസറിൻ്റെ ഡ്രോപ്പ് ഡൗൺ വരും. അതിലേക്ക് ഏത് യൂസറാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് പ്രൊജക്റ്റ് ഏതാണെന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ വരും. ആ ലിസ്റ്റ് കൂടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ പെർമിഷൻ കൊടുക്കാം. ക്യാൻ വ്യൂ ആണ് റൈറ്റ് ആണെന്നുള്ള പെർമിഷൻ കൊടുക്കാം, സബ്മിറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഡോക്യുമെന്റ് സെക്ഷൻ. ഇതാണ് അഡ്മിൻ സൈഡിൽ നിന്ന് കാണുന്നത്. അഡ്മിന് വേണമെങ്കിൽ ഡയറക്റ്റ് ഡോക്യുമെന്റ്സ് ചെയ്യാം. ഇതിലിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഇമേജസും കാര്യങ്ങളും നമ്മുടെ ഇതിൻ്റെ ഒരു പേര് കൊടുക്കുന്നതനുസരിച്ച് ഗൂഗിളിൽ നിന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇമേജ് പിക്കർ വഴി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ ബേസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഒരു ഏത് സംഭവത്തിൻ്റെ ഒരു ബേസ്, ആ പേരിൻ്റെ ബേസിൽ ഒരു ക്യാമ്പസ്, എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്യാമ്പസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ക്യാമ്പസിൻ്റെ ബേസിലുള്ള ജനറേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് നമുക്ക് അത് നമ്മളിവിടെ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് UIയുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇമേജ് പിക്കർ വഴി തന്നെ പിക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഇതിൽ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്ന സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് കയറുക, ഡോക്യുമെന്റിൻ്റെ അകത്ത് വന്ന് അപ്ലോഡ് ഡോക്യുമെന്റ് പോവുക, അതിൽ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക. ഏത് പ്രൊജക്റ്റിൻ്റെ അണ്ടറിലുള്ള ഡോക്യുമെന്റ് ആണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓട്ടോമാറ്റിക് പേപ്പർ വാല്യുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക, അതിലേക്ക് നെയിം കൊടുക്കുക, അതേപോലെ തന്നെ ആ പ്രൊജക്റ്റിൻ്റെ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് ഡോക്യുമെന്റ് ടൈപ്പിനകത്ത് വരുമ്പോഴാണ് നമുക്ക് ഇവിടെ സെക്ഷൻസ് ആകുന്നത്. BRD ആണോ, FRD ആണോ, PRD ആണോ, SRS ആണോ, അല്ലെങ്കിൽ UAT ആണോ, UAX ആണോ, അല്ലെങ്കിൽ ഇതൊന്നും പെടുന്നില്ലെന്നുണ്ടെങ്കിൽ അതറിൽ ചൂസ് ചെയ്തിട്ട് ഡോക്യുമെന്റ് ചൂസ് ചെയ്യാനുള്ളത്. പിന്നെ അതേപോലെ വെർഷൻ, ഇപ്പം നമ്മൾ ഫസ്റ്റ് വെർഷൻ ഓഫ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നെങ്കിൽ ഒരു ഫസ്റ്റ് വെർഷൻ ഓഫ് BRD ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആ BRDയിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സെയിം എംപ്ലോയി തന്നെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് വെർഷൻ മാറ്റി കൊടുക്കുക. സെക്കൻഡ് വെർഷനാണ് നമ്മൾ ഇവിടുന്ന് അടുത്ത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെർഷൻ 2 ആക്കി കൊടുത്തിട്ട് ഇവിടുന്ന് ചൂസ് ഫയൽ എടുക്കുമ്പോഴത്തെ ടൈമിൽ നമുക്ക് നേരെ ഗാലറിയിലേക്ക് ആക്സസ് വരുന്നു. അവിടുന്ന് ഏത് ഫയലാന്ന് വെച്ചാൽ ചൂസ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. സോ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ചൂസ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള വർക്കിംഗ് എന്ന് പറയുന്നത്. ഇത് അടുത്തതായിട്ട് എൻ്റെ ഡാർക്ക് മോഡ് കൊടുക്കുന്നതനുസരിച്ച് നമുക്കിവിടെ എൻ്റെ ഓപ്ഷൻ ഉണ്ട്. UI ചേഞ്ചസ് വരുന്നു. അത് മാറ്റി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ പഴയ സ്റ്റേജിലേക്ക് വരുന്നു. ഇവിടെ നോട്ടിഫിക്കേഷൻ ബാറിൽ വന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് എംപ്ലോയീസിൻ്റെ സൈഡിൽ നിന്ന് കൊടുക്കുന്ന റിക്വസ്റ്റും ഡിലീറ്റ് റിക്വസ്റ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ അഡ്മിന് ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരുന്നത്. അവർ ഓൺ ത്രൂ അവിടെ നിന്ന് കൊടുക്കുമ്പോൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ അഡ്മിൻ പാനലിൽ ആ റിക്വസ്റ്റ് ഇവിടെ നോട്ടിഫിക്കേഷനായിട്ട് കാണിക്കും. സോ അഡ്മിൻ ഇവിടെ നിന്ന് റിജക്റ്റ് ആണെങ്കിലും അപ്രൂവ് ആണെങ്കിലും ഇത് തിരിച്ച് ആ എംപ്ലോയിയുടെ ഡാഷ്ബോർഡിലോട്ട് തന്നെ അവർക്കിത് അപ്രൂവൽ ആണെങ്കിൽ അപ്രൂവൽ എന്നുള്ള രീതിയിൽ നോട്ടിഫിക്കേഷൻസ് ചെല്ലും. സോ ഇതാണ് എംപ്ലോയി സൈഡിൽ നിന്നുള്ള ഒരു അഡ്മിൻ സൈഡിൽ നിന്നുള്ള വ്യൂ. അടുത്തതായിട്ട് എംപ്ലോയി സൈഡിൽ നിന്നുള്ള വ്യൂവും കൂടെ കാണിക്കാം. അതിനായിട്ട് എംപ്ലോയിയുടെ ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുന്നു, ലോഗിൻ ചെയ്യുന്ന സമയത്ത് എംപ്ലോയിക്ക് എന്ന് പറയുമ്പം അഡ്മിന് കാണിച്ചതിൻ്റെ കൂടെ തന്നെ ക്ലയൻസ് അല്ലെങ്കിൽ എല്ലാ ഫീൽഡുകളും ഇവിടെ എംപ്ലോയി സൈഡിൽ വ്യൂവബിൾ അല്ല. എംപ്ലോയിക്ക് ആണെങ്കിൽ ആകെപ്പാട് കാണേണ്ട എത്ര പ്രൊജക്റ്റ് ഉണ്ട്, എംപ്ലോയിക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്ന എത്ര പ്രൊജക്ട്സ്, ഓൺ പ്രൊജക്ട്സ് എത്ര ഉണ്ട്,
എക്സാമ്പിൾ ഇപ്പോൾ അനന്തു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അനന്തുവിനെ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള അനന്തു കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട്സിന്റെ ഡീറ്റെയിൽ ആണ് ഈ കൊടുത്തേക്കുന്നത്. അതിനകത്ത് ഈ അസൈൻഡ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ആ പ്രൊജക്ട്സിൽ തന്നെ അനന്തുവിൻ്റെ കൂടെ കോവർക്കറായിട്ട് വരുന്ന വേറെ ഏതൊക്കെ എംപ്ലോയീസ് ആണ് അതിലേക്ക് ഉള്ളതെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് മാത്രമാണ്. ഇതിൽ അനന്തുവിൻ്റെ ഡാഷ്ബോർഡിൽ വരുമ്പോഴത്തേക്ക് പ്രൊജക്റ്റ് ഏതൊക്കെയാണ് കാണാനും അതുപോലെ അനന്തു എത്ര ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ കാണിച്ചേക്കുന്നത്. ഇതേപോലെ അഡ്മിൻ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് അനന്തുവിന് അസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇതേപോലെ ഇവിടെ അനന്തുവിന് വന്നുകൊണ്ടേയിരിക്കും. സോ ഇതേപോലെ അനന്തുവിന് ഇനി അടുത്ത പ്രൊജക്റ്റ് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം മെത്തേഡ് തന്നെ ഇവിടെ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുന്നു. ഏത് പ്രൊജക്റ്റ് അനന്തുവിന് ഇപ്പം അഡ്മിൻ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ലിസ്റ്റാണ് കാണിക്കുന്നത്. അതിൽ ഏത് പ്രൊജക്റ്റിൻ്റെ ചൂസ് ചെയ്യുക. അടുത്തതായിട്ട് അതിനൊരു നെയിം കൊടുക്കുക. ഡോക്യുമെന്റ് നമ്മൾ കൊടുക്കാനായിട്ടുള്ള നെയിം കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, ഡോക്യുമെന്റ് ടൈപ്പ് കൊടുക്കുക, PRD ആണ് SRS ആണെന്നുള്ളൊരു ടൈപ്പ് കൊടുക്കുക. അതിൽ തന്നെ ഏത് വെർഷൻ ആണെന്നുള്ളത് കൊടുക്കുക. ഇപ്പം ഫസ്റ്റ് വെർഷൻ ആണ്, സെക്കൻഡ് വെർഷൻ ആണ്, തേർഡ് വെർഷൻ ആണെന്നുള്ളത് ചൂസ് ചെയ്യുക. ചൂസ് ഫയൽ കൊടുക്കുക. ഗാലറിയിൽ വരുന്നു, അവിടുന്ന് ഫയൽ പിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നു. സോ ഇത് നമ്മുടെ ഒറ്റ പോർട്ടലിലോട്ടായിരിക്കും ഇതെല്ലാം കൂടെ, സെർവറിലോട്ടായിരിക്കും ഇതെല്ലാം കൂടെ സേവ് ആവുന്നത്. സോ അവിടുന്ന് നമുക്ക് ഏത് സമയം വേണമെങ്കിലും ഇതിന്റെ ഫയൽ ആക്സസും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഡോക് വാലറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഗ്രാഫ് പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്, നമുക്ക് അലോക്കേറ്റ് ആയിട്ടുള്ള പ്രോജക്ട്സിന്റെ, പിന്നെ അതിൻ്റെതായ ടൈപ്പിന്റെ. സോ ഇതാണ് നമ്മൾ ഡോക് വാലറ്റ് എന്നുള്ള ഒരു പ്രൊജക്റ്റ് കൊണ്ട് മെയിൻലി ഉദ്ദേശിക്കുന്നത്. നമ്മുടെ MNCസിൽ നടക്കുന്ന പ്രോജക്ട്സിന്റെയും അല്ലെങ്കിൽ ബാക്കിയുള്ള വർക്ക്സിന്റെയും കാര്യത്തിന്റെ എല്ലാത്തിന്റെയും ഒരു ഡോക്യുമെന്റേഷൻ, റിയൽ ടൈം ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ എങ്ങും ലോസ് ആവാത്ത ഒരൊറ്റ പോർട്ടലിലേക്ക് ഇതെല്ലാം കൂടെ സ്റ്റോർ ചെയ്യും. അതാണ് ഡോക് വാലറ്റ് എന്നുള്ള ഇതുകൊണ്ട് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നതും. അത് നമുക്ക് ഭാവിയിലുള്ള ഇനി മുന്നോട്ട് പോകുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ പലയിടത്തായിട്ട് ഇപ്പോൾ ഡോക്യുമെന്റ്സ് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. അഡ്മിന് കയറി നോക്കുന്ന സമയത്താണെങ്കിൽ ഇപ്പോൾ ആരോടും വേറൊരു എംപ്ലോയിനോട് പോലും ഇതിന്റെ ഡോക്യുമെന്റ്സ് ഒന്ന് തരുമെന്നോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു അയക്കും എന്നുള്ളത് കൊണ്ട് അഡ്മിന് നേരെ പോർട്ടലിൽ കയറുക, നേരെ പ്രൊജക്റ്റ് ചൂസ് ചെയ്യുക, അതിന്റെ ഫുൾ ഡീറ്റെയിൽ കാണുക. അതാണ് ഇതുകൊണ്ട് മെയിൻലി പർപ്പസ്ഫുള്ളി നമ്മൾ ഇതിവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഡോക് വാലറ്റ് എന്നുള്ള ആപ്പ്. സോ താങ്ക് യു.